പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ശമ്പളം കിട്ടി ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാകാറുണ്ടോ? എങ്കിൽ പ്രശ്നം നിങ്ങളുടെ വരുമാനത്തിനല്ല, പണത്തോടുള്ള നിങ്ങളുടെ മനോഭാവത്തിലാണ്. പ്രവാസികളായ നമ്മൾ കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കുന്നു, പക്ഷേ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. നമ്മുടെയൊക്കെ മനസ്സിൽ പണത്തെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട്. പണം കയ്യിൽ നിന്നാൽ ചെലവായി പോകും, ഈ സേവിങ്സ് എന്നൊക്കെ പറയുന്നത് പണക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്, കടം വാങ്ങി കാര്യങ്ങൾ നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ. ഈ ചിന്താരീതി കാരണം നമ്മൾ പലപ്പോഴും ശമ്പളം ടു ശമ്പളം എന്ന ജീവിതം നയിക്കാൻ വിധിക്കപ്പെടും. നമുക്ക് എത്ര വരുമാനം കൂടിയാലും മാസാവസാനം കയ്യിൽ ഒന്നും കാണില്ല. ഇതൊരു സാമ്പത്തിക കെണിയാണ്. സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ ദാരിദ്ര്യ മൈൻഡ് സെറ്റിൽ നിന്നും സമൃദ്ധിയുടെ മൈൻഡ് സെറ്റിലേക്ക് മാറും. അതിനായിട്ട് ഒന്ന് പണത്തെ ഒരു ഉപകരണമായി കാണുക. പണം എന്നത് വെറുതെ ചെലവഴിക്കാനുള്ള ഒരു കടലാസ് കഷ്ണങ്ങൾ മാത്രമല്ല, അത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും നിങ്ങളുടെ സ്വാതന്ത്ര്യം നൽകുന്നതിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനുമുള്ള ഒരു ഉപകരണമാണ്. ഈ കാഴ്ചപ്പാട് വരുമ്പോൾ നിങ്ങൾ പണം വെറുതെ ചെലവാക്കുന്നത് നിർത്തും. 2, ശമ്പളം കിട്ടുമ്പോൾ ആദ്യം സേവ് ചെയ്യുക. നമ്മൾ സാധാരണയായിട്ട് എല്ലാ ചെലവും കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് സേവ് ചെയ്യാറ്. ഇത് ശരിയായ രീതിയല്ല. ശമ്പളം കിട്ടിയ ഉടനെ ഒരു നിശ്ചിത ശതമാനം, കുറഞ്ഞത് ഒരു 10% സേവിങ്സിനായി മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള പണം ചിലവഴിക്കുക. ഇതൊരു ശീലമായാൽ നിങ്ങളുടെ സേവിങ്സ് താനേ വളരും. 3, പണത്തെ പണം കൊണ്ട് പണിയെടുപ്പിക്കുക. നിങ്ങളുടെ പണം വെറുതെ ബാങ്കിൽ സൂക്ഷിക്കുന്നതിന് പകരം അത് നിക്ഷേപിക്കാൻ പഠിക്കുക. മ്യൂച്വൽ ഫണ്ടുകൾ, സ്റ്റോക്കുകൾ, റിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെ നിങ്ങളുടെ അറിവിനും റിസ്ക് എടുക്കാനുള്ള കഴിവിനും അനുസരിച്ചുള്ള നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ പണം നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നിങ്ങൾക്കായി പണിയെടുക്കണം. ഓർക്കുക, നിങ്ങൾ പണത്തെ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ പണം നിങ്ങളെ നിയന്ത്രിക്കും. പണത്തോടുള്ള ശരിയായ മൈൻഡ് സെറ്റാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യത്തെ പടി. പണത്തെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്യാം. സാമ്പത്തിക കാര്യങ്ങൾ പോലെ തന്നെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒന്നാണ് നാട്ടുകാർ എന്ത് വിചാരിക്കും എന്ന ചിന്ത. നാളെ നമ്മൾ ആ ഭയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്.